അപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടി ആദ്യം ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡും കൂടി ഞാൻ എടുത്തിന്. ടോട്ടൽ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നേരെ പകുതിയാണ് ആക്കുന്നത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോൺഫ്ലോർ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഈ പാൽപ്പൊടിയും കൂടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ മിക്സ് ആക്കി എടുക്കണം. അതും കട്ടയൊന്നും കൂടാതെ മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. ഇവിടെ ഞാനൊരു 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് കുറച്ച് കട്ടിയിലാക്കി എടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് വലിയ പാത്രത്തിലെടുത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തിളച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യില്ല. അപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാൽപ്പൊടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഒഴിച്ചെടുത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനാണ് ഈ പാൽപ്പൊടി ഒഴിക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കണം. കാരണം പുഡിങ്ങിനൊക്കെ എന്തായാലും ഒരു കറക്റ്റ് മധുരം ഇല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത് കട്ടിയായി അടിക്ക് പിടിച്ചു പോകും, പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ അതും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇത് കട്ടിയായി കിട്ടും. അതിനു വേണ്ടിയാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാകയിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി നല്ല തിക്കായി വരും. അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിന് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നല്ല മധുരം ഉണ്ടായിരിക്കണം. കാരണം ബ്രെഡ് പീസ് ഇതിൽ മുക്കിയിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് ചെറുതായി കട്ട് ചെയ്തെടുത്ത ആപ്പിളാണ്. അതുപോലെ തന്നെ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള അനാറാണ്. മധുരമുള്ളത് തന്നെ എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നട്ട്സാണ്. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് കുറച്ച് നമ്മുടെ മിൽക്കിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ആ ബ്രെഡ് ആ പാലിൻ്റെ കൂട്ടിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പം 3 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മേലെ കുറച്ചും കൂടി നമ്മുടെ പാലും പാൽപ്പൊടിയൊക്കെ മിക്സാക്കി ആ കൂട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡിനെ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ആപ്പിളും അതുപോലെ അനാറ് പിന്നെ നട്ട്സും ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള ഫ്രൂട്ട്സ്. അപ്പം ഇതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ബ്രെഡും കൂടി എടുക്കുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ പോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ബാക്കിയിലെ സ്ഥലത്തിന് കണക്കായി മുറിച്ച് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ വേറൊരു മോഡലും കൂടി ഉണ്ടാക്കലുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പിന്നീട് ഒരു ദിവസം അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ബാക്കിയുള്ള പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയി, നിറച്ചുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലുതെടുത്തോ. ഇനി നമുക്കിതിൻ്റെ മേലെ ബാക്കിയുള്ള ഫ്രൂട്ടും അതുപോലെ നട്ട്സും വെച്ചൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലങ്കരിക്കാൻ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്